എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിക്കുന്നതാണ്. ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നേടാൻ സാധിക്കുക. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ടെമ്പററി അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. ടെമ്പററി അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ താൽക്കാലികമായിട്ട്, അതായത് നിങ്ങളുടെ ഓപ്ഷനിൽ ഹയർ ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ, ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ്റെ മുകളിലുള്ള ബാക്കിയുള്ള ഓപ്ഷൻ, അതായത് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഓപ്ഷൻ നൽകിയതിൽ ഇനി ബാക്കിയുള്ള തേർഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കാൻ സാധ്യതയുള്ള ഓപ്ഷനുകളാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹയർ ഓപ്ഷനുകൾ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 1ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടി വരിക. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഇന്ന് വൈകുന്നേരം 4 മണിക്കുള്ളിൽ അഡ്മിഷൻ നേടുക. അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന്, അതായത് തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നത് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് ഇതുവരെ പരിശോധിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആയിട്ടുള്ള vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റിൽ നിങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും മൊബൈൽ നമ്പറില്ല, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ അപേക്ഷ സമർപ്പിച്ച സമയത്ത് നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ, അത് നിങ്ങൾക്ക് അതിൻ്റെ ഫോം, അതായത് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവിടെ യൂസർ നെയിം എന്നുള്ള ഭാഗത്ത് ആ ഒരു മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് എന്താണോ ആ ഒരു പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് മനസ്സിലാവുന്നില്ല എങ്കിൽ ഇവിടെയുള്ള ആ ഒരു റിന്യൂ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ചേഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചേഞ്ച് ആയിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നും കൂടി ആ ഒരു റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും അത് ചേഞ്ച് ആയിട്ട് വരുന്നതാണ്. അതിനുശേഷം വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെൻഡ് OTP ഓപ്ഷൻ കാണാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. അപ്പോൾ സെൻഡ് OTP എന്നാണ് കാണുന്നതെങ്കിൽ സെൻഡ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അതിനുശേഷം OTP നൽകാനുള്ള ഒരു ബോക്സ് ആ ഒരു പേജിലുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങളുടെ OTP ഫോണിലേക്ക് വന്നിട്ടുള്ള ആ ഒരു OTP, അതായത് 1 ടൈം പാസ്വേഡ് കൊടുക്കുക. 1 ടൈം പാസ്വേഡ് എന്നതാണ് OTPയുടെ ഫുൾ ഫോം. അപ്പോൾ ആ ഒരു OTP കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പേജിൽ ഇതുപോലെ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള 2 ബോക്സുകൾ വരും. ഇവിടെ നിങ്ങൾ പുതുതായിട്ട് ഏതാണോ പാസ്വേഡ് കൊടുക്കേണ്ടത് ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ഡേറ്റ് അല്ലെങ്കിൽ സേവ് അല്ലെങ്കിൽ സബ്മിറ്റ്, ഇതിൽ ഏതെങ്കിലും ഒരു പച്ച ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ പുതിയ പാസ്വേഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ആ ഒരു ഹോം പേജിലേക്കോ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്കോ വരിക. അപ്പോൾ ഹോം പേജിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള ആ ഒരു അപേക്ഷ സമർപ്പിച്ച സമയത്ത് നൽകിയ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീനിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. ഇവിടെ ഈ ഒരു ഇംഗ്ലീഷ് അക്ഷരം കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് മനസ്സിലാവുന്നില്ലെങ്കിൽ റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നുകൂടി റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ചേഞ്ച് ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എപ്പോഴാണ് അത് മനസ്സിലാവുന്നത് ആ ഒരു സമയത്ത് കൃത്യമായിട്ട് ഇവിടെ ആ ഒരു സ്ക്രീനിൽ കാണുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, അവിടെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ കാണാൻ പറ്റും, അതായത് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററും അതുപോലെ അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷനായിട്ട് പോവേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 1ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടത്. 2ാമത്തെയോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ടോ അതല്ലെങ്കിൽ താൽക്കാലിക അഡ്മിഷനോ നേടാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അത് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്
അതായത് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന വിദ്യാർത്ഥികളും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കേണ്ടതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മറ്റൊരു ഓപ്ഷനിലേക്കാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോയിട്ട്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ തന്നെ മറ്റൊരു ഓപ്ഷനിലേക്കാണ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സ്കൂളിൽ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനോ നേടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയതെങ്കിൽ ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ ഈ രീതിയിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതും അല്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ അതായത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് അലോട്ട്മെൻറ്റ് ലെറ്ററാണ്, രണ്ടാമത്തേത് SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC റിസൾട്ടിൻ്റെ കോപ്പി, അതുപോലെ തന്നെ TC, അതുപോലെ തന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റുകൾ. ഇതൊക്കെ കൃത്യമായിട്ട് ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റുകൾ എന്നത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അടുത്തത് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ EWS വിഭാഗം റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്. കാരണം നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യം ഉണ്ടാവും, അതുകൊണ്ടാണ് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ ഫീസ് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എടുക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾക്ക് ചില സ്കൂളിൽ നിന്ന് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കും. അപ്പോൾ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പകരമായിട്ട് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാം. നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളതെങ്കിൽ അതെടുക്കുക. കാരണം ബർത്ത് സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ജനിച്ച പ്ലേസ് ഉണ്ടാകും, അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളോട് ചില സ്കൂളിൽ നിന്ന് ഈ ഒരു അതായത് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള സ്കൂളിൽ നിന്ന് അതിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് റേഷൻ കാർഡ് എടുക്കാവുന്നതാണ്. റേഷൻ കാർഡും അതിൻ്റെ കോപ്പിയും എടുക്കുക. സ്കൂളിൽ കോപ്പി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ഒറിജിനൽ യാതൊരു കാരണവശാലും കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ടത്. അതുപോലെ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള ഫീസ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത്രയുമാണ് അഡ്മിഷനായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.